ഞാൻ എന്റെ മക്കളെ കൊണ്ട് ഞാൻ പോയിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പോയതാണ്. അവൻ ഞങ്ങളടുത്ത് പറഞ്ഞ കാര്യം അവന് എനിക്ക് പൈസ കിട്ടണമെങ്കിൽ ചെലവാക്കേണ്ട അവനല്ലേ എന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ്. പൈസ ഇവിടുന്ന് കൊടുത്തില്ലെങ്കിൽ തെളിവ് പോലും ഇല്ലാതെ ഇവിടെ ഇല്ലാതാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. കാരണം അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. കാരണം കൊച്ച് അവശതയിൽ കിടക്കുകയാണ്. ഇവന്റെ ഈ മർദ്ദനം കൊണ്ട് കൊച്ചിന് നിരന്തരമായ വയ്യായിക ആയാൽ പോലും ആശുപത്രിയിൽ കൊണ്ടുപോകില്ല. ഇങ്ങനെ ഇവ ഈ വണ്ടിയോട്ടൊന്നും പറഞ്ഞ് പോകുന്നതാണ് ഈ ഫ്രോഡ്. ഈ അനു എന്ന് പറയുന്ന ഡാൻസുകാരി ഉണ്ടല്ലേ, ഇവളമ്മ കുട്ടിയെ അവര് തുറപ്പയ്ക്കാണ് അടിച്ചത് കാലിന്റെ വണ്ണയില്. ബാഗില് രണ്ടുപേരും കൂടെ കൈ പിടിച്ച് വെച്ചിട്ടാണ് ആ അഷ്കർ എന്ന് പറയുന്ന ആ ക്രൂരന്റെ മോളെ തലമുടി പിടിച്ച് വലിച്ചും കൊണ്ടാണ് റൂമിൽ കൊണ്ടിട്ടിട്ട് എന്റെ കൊച്ചിന് ആദ്യ ക്രൂരമായി രാവിലെ തൊട്ട് പിറ്റേന്ന് നേരം വെളുക്കുന്നത് വരെ ഈ ഇവര് ക്രൂരതയായിരുന്നു. ഞാനപ്പോൾ ഈ അഷ്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉമ്മായെ ഞാൻ വിളിച്ചു. കാരണം എനിക്ക് വല്ലാത്തൊരു മനപ്രയാസം, എന്റെ മോൾ ഇവിടെ വന്നിട്ട് പോയെന്നാണ്. അപ്പോഴ് അവര് ഒരു കാലം ഇല്ലാത്തതുപോലെ തള്ളയും മോനും കൂടെ വന്ന് നമ്മളിവിടെ ഇരിക്കുന്നു. നമ്മൾ അങ്ങോട്ടൊന്നും അവര് ഒന്നിനും നമ്മൾ പോകൂല. എന്റെ മോളെ കൊണ്ടുപോയതും അല്ലാതെ നമ്മളെ ഇവിടെ ഈ റോഡിൽ വന്ന് നിന്ന് ഭയങ്കരമായ ചീത്ത പറച്ചിലൊക്കെ ആയിരുന്നു അവര്. ഈ മന്ത്രി വന്നിട്ട് പോയതിനു ശേഷം ഇങ്ങനെ നമുക്ക് ചികിത്സാ സഹായം പൂർണ്ണമായിട്ട് അവര് ഏറ്റെടുക്കുമെന്നും പറഞ്ഞപ്പോഴത്തേക്കും നാട്ടുകാരും ജനങ്ങളും വിചാരിക്കുന്നത് നമുക്ക് ആ സമയം തൊട്ട് ഇവര് സാമ്പത്തികമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കണം എന്നാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചത്. അപ്പൊ ഈ ഒരു വേദന ഒരു മനുഷ്യന് വരാൻ പാടില്ല. എനിക്ക് വല്ലാത്തൊരു മനപ്രയാസമാണ്. ആളുകൾ ഇങ്ങനെയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എനിക്ക് എല്ലാവരും പൈസ തന്നു, ഒരു മനുഷ്യരും പൈസ അയക്കുന്നില്ല. നമസ്കാരം. ഞാൻ ഈ നിൽക്കുന്ന വീട് മലയാളി വാർത്ത പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഒരു മാസം മുമ്പ് അതിദാരുണമായിട്ടുള്ളൊരു കൊലപാതക വാർത്ത നമ്മളൊക്കെ തന്നെ കേട്ടിരുന്നു. 1.5 വയസ്സുകാരനെ അയാളുടെ രണ്ടാം അച്ഛനും ഭാര്യയും ചേർന്ന്, അതായത് ഈ 1.5 വയസ്സുകാരന്റെ അമ്മയും ചേർന്നുകൊണ്ട് അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും പിന്നീട് ആ കുഞ്ഞ് കൊല ചെയ്യപ്പെടുകയും ചെയ്ത വാർത്ത. ആ വാർത്തയുമായി സംബന്ധിച്ച് നമ്മൾ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അതായത് ഈ പറയുന്ന കൊലയാളിയായ അഷ്കറിന്റെ ആദ്യ ഭാര്യയുടെ വീടാണിത്. ഇന്ന് ഈ വീട്ടിലുള്ള ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒരുപാട് സങ്കട കഥകളാണ് പറയാനുള്ളത്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വാർത്താ മാധ്യമങ്ങൾ വന്നിരുന്നു. പക്ഷേ അത് മുഖാന്തരം ഈ കുഞ്ഞിന്റെ ചികിത്സ തന്നെ ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ് എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കേൾക്കുന്ന ആളുകൾ, കാണുന്ന ആളുകൾ തന്നെ കുഞ്ഞിന് ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ സഹായം കിട്ടുന്ന ഇടങ്ങളിൽ നിന്നും സഹായം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു ആശങ്കയാണ് അമ്മ നമ്മളോട് പ്രകടിപ്പിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ എന്താണ് സംഭവിക്കുന്നത്, എവിടെ എത്തി ആമനയുടെ ആ ഒരു ചികിത്സ എന്നതൊക്കെ ആ ഉമ്മയോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഉമ്മ, ഞാൻ ഈ തുടക്കത്തിൽ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഈ വാർത്തകളൊക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, ചികിത്സ മുടങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി ഹോസ്പിറ്റലിൽ വന്നായിരുന്നു, ബിന്ദുകൃഷ്ണ വന്നായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ് കുട്ടിയുടെ ചികിത്സയൊക്കെ അവർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ്. അപ്പം മറ്റുള്ളവർ വിചാരിക്കുന്നത് നമുക്ക് ആ സമയം തൊട്ടേ പൈസകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നെന്നാണ് ഓരോരുത്തരും പറയുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ലാത്ത ഒരു സാഹചര്യമാണ്. അപ്പം ഒരുപാട് നാട്ടുകാർ ഞങ്ങളെ സഹായിച്ചാണ് എൻ്റെ മോളെ ഇതുവരെയും കൊണ്ടെത്തിച്ചത് എന്ന് നമുക്ക് നാട്ടുകാരോട് ചോദിക്കാൻ വല്ലാത്തൊരു വിഷമമുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് സഹായിക്കണേന്ന് പറഞ്ഞാൽ നമ്മുടെ ജമാഅത്ത്, പാപ്പനംകോട് ജമാഅത്തിലെ തണലെന്നൊരു സംഘടനയുണ്ട്, ചാരിറ്റി ഉണ്ട്. അവരാണ് നമുക്കിപ്പോൾ ഒരു 7-8 മാസം കൊണ്ട് അവരാണ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വണ്ടി വിട്ടു തരുന്നത്, എൻ്റെ മോളെ ഗുളിയൊക്കെ വാങ്ങിക്കാനുള്ള പൈസ തരുന്നത്. നമ്മൾ ഇപ്പം ഗുളിയൊക്കെ വാങ്ങിച്ചിട്ട് തുണ്ട് കൊടുത്താൽ അവർ ആ പൈസ ഞങ്ങൾക്ക് അയച്ചു തരും. വീണ്ടും മറുമരുന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ നമ്മളൊന്നും പറയുന്നില്ല, കാരണം നമുക്ക് ആ ഒരു അവസ്ഥയാണ്. പക്ഷെ പുറം ലോകത്ത് നമ്മളെ നാട്ടുകാർ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പല സ്ഥലത്തുനിന്നും പൈസകൾ വരുന്നെന്നാണ് ഒരു തെറ്റിദ്ധാരണ.
അപ്പൊ ഈ തെറ്റിദ്ധാരണ എല്ലാരും മനസ്സിലാക്കണം. ഞങ്ങളതിൽ ഇതാ ഈ നിമിഷത്തിൽ 1 രൂപ പോലും ഞങ്ങളതിൽ എടുക്കാനില്ല. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 2 മാസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തേക്കും ഞങ്ങളെ ചാരിറ്റി, നമ്മളെ പാപ്പനംകോട് ജമാഅത്തിന്റെ ചാരിറ്റിയിലുള്ളവരാണ് എനിക്ക് പൈസ അവിടെ ഗൂഗിൾ പേ ചെയ്ത് തരുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഞാൻ അടുത്ത് കിടന്ന ഒരു കുട്ടിയെ കൊണ്ടാണ് എൻ്റെ ഈ മരുന്നിന്റെ ബില്ലുകളൊക്കെ അയച്ചു കൊടുത്തപ്പോഴത്തേക്കും അവർ പൈസ അയച്ചു തന്നത്. അതിലാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ടും അവരിൽ ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട്, നമ്മൾ ഇത്രയും 12,000 രൂപ അയച്ചു തന്നിട്ട് ഇനി പൈസ ഇല്ലേന്നാണ് ഇവരെയൊക്കെ ഒരു ചോദ്യം വരുന്നത്. കാരണം ഇവര് 1 മാസം ഞങ്ങൾ പോയി 1 മാസത്തിനകം വെച്ചാണ് ഈ പൈസ അയച്ചു തന്നത്. പിന്നെ 1 മാസം കൂടെ കിടക്കുകയാണ്. അതിനകം വെച്ച് ഗുളിക എടുക്കണം, ഇവക്ക് ഡൈപ്പർ വാങ്ങിക്കണം, ഇതിനൊക്കെ നല്ല പൈസ ചിലവാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പള്ളിയിൽ നിന്നാണ് കിട്ടുന്നത്, ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന്. അവരെ ഒരു കരുണ കൊണ്ടാണ് ഡോക്ടർ ഒരു തുണ്ട് എഴുതി തന്നാണ് ഞങ്ങൾ ഭക്ഷണം രാവിലത്തെ ഉച്ചത്തെ ഭക്ഷണം കഴിക്കുന്നത്. അതൊന്നും എനിക്ക് പറയണമെന്നില്ല, എന്നാലും ഞാൻ ഈ സാഹചര്യത്തിൽ പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ ഈ ഒരു വേദന ഒരു മനുഷ്യന് വരാൻ പാടില്ല. എനിക്ക് വല്ലാത്തൊരു മനപ്രയാസമാണ്. ആളുകൾ ഇങ്ങനെയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എനിക്ക് എല്ലാവരും പൈസ തന്നു, ഒരു മനുഷ്യരും പൈസ അയക്കുന്നില്ല. എങ്കിൽ അതിൽ എനിക്ക് സന്തോഷമുള്ളായിരുന്നു. ആരെങ്കിലും തന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ. ഇപ്പൊ ഈ പൊതുസമൂഹത്തിൽ ഒരു ചർച്ചാ വിഷയം ഇപ്പൊ ഇതും ആയിരിക്കുകയാണ്. എനിക്കിങ്ങനെ എല്ലാ സ്ഥലത്തുനിന്നും പൈസ വരുന്നുണ്ട്. നമ്മൾ വന്നത് തന്നെ അഷ്കറിന്റെ ആ ഒരു പ്രവർത്തനം കൊണ്ടാണല്ലോ. അപ്പൊ അയാളുടെ അതേ പേര് തന്നെ ഈ ചികിത്സയും മുടങ്ങുന്നത് അത് തന്നെയാണ് സംഭവം. കാരണം ഈ മന്ത്രി വന്നിട്ട് പോയതിനു ശേഷം ഇങ്ങനെ നമുക്ക് ചികിത്സാ സഹായം പൂർണ്ണമായിട്ട് അവർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നാട്ടുകാരും ജനങ്ങളും വിചാരിക്കുന്നത് നമുക്ക് ആ സമയം തൊട്ട് ഇവര് സാമ്പത്തികമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കണം എന്നാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഈ തെറ്റിദ്ധാരണ മാറണം. കാരണം ഇന്ന അവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. കാരണം നമ്മളെ ഈ നാട്ടുകാർക്ക് തന്നെ അറിയാം ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്താണ് ഇപ്പോഴത്തുള്ള ഒരു അവസ്ഥ. നമ്മളെ നാട്ടുകാരോട് ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് അതിൽ വല്ലാത്തൊരു വിഷമമുണ്ട്. അപ്പൊ ആ കമ്മിറ്റിക്കാര് പറയുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൈസകൾ വരികയല്ലേ, പിന്നെ എന്തിന് ഇനി നമ്മൾ സഹായിക്കുന്നു എന്നാണ് അവരൊരു തെറ്റിദ്ധാരണയിലിരിക്കുന്നത്. ഇപ്പൊ ഈ തിങ്കളാഴ്ചയായിരുന്നു എൻ്റെ മോളെ കൊണ്ടുപോയതും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ കടം ചോദിച്ചാൽ പോലും ആരും തരൂല. കാരണം നമ്മൾ ജോലിക്ക് പോകുന്നില്ല, എന്നാലേ നമുക്ക് ആ കടം തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഇരിക്കുന്നു. എന്നാലും ഞാൻ ഇത്തരം പണയൊക്കെ വെച്ചിരിക്കുന്നതാണ്. ത്രിപുര ഉരുപ്പടിയുള്ളതെല്ലാം നമ്മൾ വിറ്റ്, എൻ്റെ കൊച്ചിനുണ്ടായിരുന്നു, അതൊക്കെ വിറ്റാണ് ഞാൻ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്. പിന്നെ ഞാൻ ബാങ്കിൽ നിന്ന് 2 പ്രാവശ്യം ലോൺ എടുത്ത്. ഇതൊക്കെ എൻ്റെ മോക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ലോണൊക്കെ എടുക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒന്ന് കേട്ടപ്പോൾ നമുക്ക് വല്ലാത്തൊരു വേദനയായിപ്പോയി. ഇന്ന് നമ്മളെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദയനീയമാണ്. കാരണം ഇവിടെ ഒന്ന് കാണുന്നവർക്കറിയാം. എൻ്റെ ഈ മോളെ മുമ്പിൽ വെച്ച് എനിക്കൊരു വിഷമവും പറയാൻ ഒക്കില്ല. എന്ന് വെച്ചാൽ എൻ്റെ മോളൊന്ന് ഇമ്പ്രൂവ്മെന്റ് ആയി കാണണം, അവളൊന്ന് നടന്നു കാണണം എന്നുള്ള ഒരു മാത്രമേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളൂ. അല്ലാതെ ഒന്നുമില്ല ഞങ്ങളുടെ മനസ്സിൽ. ഞങ്ങൾക്ക് അന്നോടെന്നുള്ള ഒരു ജീവിതം കഴിഞ്ഞു പോകണമെന്നുള്ള ഒറ്റൊരാഗ്രഹമേ ഉള്ളൂ. ഞാൻ നല്ലപോലെ ഇരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ, ഇപ്പോഴും അതുപോലെ തന്നെ. നമ്മളും അവശതയായിട്ട് വരികയും നമുക്ക് തന്നെ ജോലിക്ക് പോകാനോ ഒന്നിനും പറ്റൂല. കാരണം ഈ കുട്ടിയായിട്ടിട്ട് ഞാൻ എങ്ങനെയാണ് പോണത് ജോലിക്ക്? വാപ്പാക്കാണെങ്കിൽ സുഖമില്ല, കാലിലൊക്കെ കണ്ടാലേ അറിയാവൂ നീരും. കിഡ്നിക്കൊക്കെ പ്രശ്നമുള്ളൊരു വ്യക്തിയാണ്. ഞാൻ എന്താണ് പറയേണ്ടത്? എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ എനിക്കൊന്നും കൂടെ പറയാനുണ്ട്. ഈ അഷ്കർ എന്ന് പറയുന്ന ആ ക്രൂരന്റെ ഉമ്മായും സഹോദരിയും അവരെ എത്രയും പെട്ടെന്ന് രംഗത്ത് കൊണ്ടുവന്ന് അവരെ ഈ മൊഴിയെടുത്താൽ മാത്രം പോരാ, അവരെ ചോദിക്കേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇവർ ഈ സത്യങ്ങൾ പറയുള്ളൂ. എൻ്റെ കുട്ടിയെ അവര് തുറപ്പയ്ക്കാണ് അടിച്ചത്, കാലിന്റെ വണ്ണയില്. ബാഗിൽ 2 പേരും കൂടെ കൈ പിടിച്ച് വെച്ചിട്ടാണ് ആ അഷ്കർ എന്ന് പറയുന്ന ആ ക്രൂരന്റെ മോളെ തലമുടി പിടിച്ച് വലിച്ചും കൊണ്ടാണ് റൂമിൽ കൊണ്ടിട്ടിട്ട് എൻ്റെ കൊച്ചിന് ആദ്യ ക്രൂരമായി രാവിലെ തൊട്ട് പിറ്റേന്ന് നേരം വെളുക്കുന്നത് വരെ ഈ ഇവര് ക്രൂരതയായിരുന്നു. ഞാനപ്പോഴും ഈ അഷ്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉമ്മായെ ഞാൻ വിളിച്ചു. കാരണം എനിക്ക് വല്ലാത്തൊരു മനപ്രയാസം. എൻ്റെ മോൾ ഇവിടെ വന്നിട്ട് പോയതെന്നാണ്. അവര് ഒരു കാലം ഇല്ലാത്തതുപോലെ തള്ളയും മോനും കൂടെ വന്ന്
നമ്മളിവിടെ ഇരിക്കുന്നു, നമ്മൾ അങ്ങോട്ടൊന്നും അവര് ഒന്നിനും നമ്മൾ പോവില്ല. എന്റെ മോളെ കൊണ്ടുപോയതും അല്ലാതെ നമ്മളെ ഇവിടെ ഈ റോഡിൽ വന്ന് നിന്ന് ഭയങ്കരമായ ചീത്ത പറച്ചിലൊക്കെ ആയിരുന്നു അവര്. മുല്ല ഗുണ്ടകളെ പോലെ രാത്രിയിൽ വന്ന് എന്നെ വിളിച്ച് ഈ റോഡിൽ കയറ്റിയിട്ടായിരുന്നു അവരെ ഈ പ്രഹസനം മൊത്തം കാണിച്ചത്. നാട്ടുകാർ എത്രയോ പേര് കണ്ട് സാക്ഷിയുണ്ടെന്നറിയാമോ? അങ്ങനെ വരെ ചെയ്തിട്ടാണ് അന്ന് രാത്രിയിൽ തന്നെ ഈ കൊച്ചിനെയും കൊണ്ട് അവർ പോവുകയാണ്. എന്നിട്ട് ഈ മോളോട് നമ്മൾ പറഞ്ഞു നീ പോവല്ലേ എന്ന് പറഞ്ഞിട്ടും ഈ കൊച്ച് കേട്ട് അവരെ കൂടെ അങ്ങ് പോവുകയാണ്. കാരണം എന്താണ് ഇവരെ കൂടെ ഇങ്ങനെ പോണേന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. എന്ത് കാര്യം കൊണ്ടാണ് ഇത്രയൊക്കെ ക്രൂരത ചെയ്തിട്ട് ഈ കൊച്ച് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇവരെ കൂടെ പോകുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അതിനൊരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. കാരണം അവൻ എന്താണ് ഈ കുട്ടിയെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഇന്നും ഒരു അറിവില്ല എന്താണെന്നുള്ളത്. അങ്ങനെ അന്ന് ഈ കുട്ടിയെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് കയറിയ നേരം തൊട്ട് ഭയാനകമായ ഉപദ്രവമായിരുന്നു. ഞാനെപ്പോഴും മനസ്സിൽ നമുക്ക് ഓടിപ്പോവാൻ നമുക്ക് വണ്ടിയാ കാറാ ഒന്നുമില്ല. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഞാൻ ഈ സ്ത്രീയോട് വിളിച്ചു ചോദിക്കുകയാണ്, അഷ്കറിന്റെ ഉമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയോട് ഞാൻ വിളിച്ചു ചോദിക്കുകയാണ്, എന്റെ മോളാവൻ ഉപദ്രവിക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്ത നിങ്ങൾ എന്റെ മോളെ നോക്കിക്കൊള്ളണം. അയ്യോ നീ സന്തോഷമായിട്ടിരി, നിന്റെ മോക്ക് ഒരു കുഴപ്പവും ഇല്ല. അവിടെ ക്രൂരമായ പീഡനം അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീ അത്രയും ഒരു ദുഷ്ട ആയതുകൊണ്ടാണല്ലോ എന്നോട് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് എനിക്ക് സമാധാനം ഉണ്ടായിട്ടില്ല. ഞാൻ പിറ്റേന്ന് രാവിലെ ഞാൻ പോവുകയാണ്. പോയപ്പോ ഈ കുട്ടി വളരെ അവശതയിൽ കിടക്കുകയാണ്. അവശതയിൽ കിടന്ന് ഞാൻ പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നപ്പോ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളെ വിടൂല. കാരണം കൊച്ചിനെ വിടൂല. കൊച്ചിനെ വിടാതെ ഈ അഷ്കറിന്റെ ഉമ്മായെയും സഹോദരിയെയും അളിയനെയും വിളിച്ചു വരുത്തിയിട്ട് ഞാൻ എൻ്റെ താത്താടെ മോളെയും കൊണ്ടാണ് പോകുന്നത്. ഒരു ഓട്ടോയും വിളിച്ചാണ് പോയപ്പോഴത്തേക്കാണ് ഈ കൊച്ച് ഞങ്ങളോട് എന്തരായാലും അപ്പോഴും അവളിഞ്ഞ് വന്ന്. മറ്റത് വരാൻ കൂട്ടാക്കാത്ത മോള് അത്രയും ക്രൂരമായതുകൊണ്ട് ഞങ്ങളവിടെ വന്നിട്ട് ഞാൻ അപ്പോഴും ഒരു വീട്ടു ജോലിക്ക് പോയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയൊന്നും ജീവിച്ചിട്ടൊന്നുമില്ല. എൻ്റെ സാഹചര്യം കൊണ്ട് ഞാൻ വീട്ടു ജോലിക്ക് വരെ പോണ സ്ഥലത്ത് വരെ ഞാൻ എൻ്റെ മോനെയും കൊണ്ടാണ് ഞാൻ പോണത്. അവരെ കാണാതിരിക്കാതെ പറ്റൂല. അതുകൊണ്ട് ഞാൻ എൻ്റെ മോനെ വരെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ മോളെ ഞാൻ അവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നിട്ട് ഞാൻ 4 ദിവസം വീട്ടുവേല ചെയ്യുന്ന വീട്ടിൽ ഞാൻ നിർത്തിയിരുന്നു. എന്നിട്ട് ഇവര് ഞങ്ങളെ വരാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങളെ ഓട്ടോ പിന്നെ ഇങ്ങനെ അവര് തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവന്റെ അളിയ എൻ്റെ കൂടെ പറയാണ്, നിന്നെ ഞാൻ അടിക്കുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഒന്ന് അടിക്കാൻ വന്ന് നോക്കിക്കാണ്, അപ്പോഴും നമുക്ക് കാണാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. കാരണം ഇവര് എല്ലാരും ഒരേ കാറ്റഗറിയിൽ പെട്ടവരാണ്. ഒരാള് നല്ലത് ഒരാൾ അഴുക്കൊന്നും പറയാക്കൂല. ക്രൂരതയാണ് ഇവരെല്ലാരും കാണിക്കുന്നത്. ഇവരൊക്കെ ഒരു മനുഷ്യരാണ്. മനുഷ്യരെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാമോ? ഇത്രയും ഒരു ദുഷ്ട കൂട്ടർ. ഇതിനെല്ലാം അനു എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട്, ഡാൻസുകാരി. ഈ ഡാൻസുകാരിയെയും രംഗത്ത് കൊണ്ടുവരണം. ഈ അഷ്കറിന്റെ ഉമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയെയും രംഗത്ത് കൊണ്ടുവരണം. സഹോദരിയെയും കൊണ്ടുവരണം. ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് അവര് തന്നെ പറയും. ഇപ്പോഴെല്ലാം അവര് പറയുന്നത് എന്താണ്, ഞങ്ങൾ ആ വീട്ടിൽ പോയിട്ടില്ല, എനിക്ക് നാട്ടുകാർ പറഞ്ഞാണ് ആമിനായെ ഉപദ്രവിക്കണമെന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. ഈ സ്ത്രീ അറിയാതെയാണ് എൻ്റെ കുട്ടിയെ ഇത്രയൊക്കെ ക്രൂരത കാണിച്ചത്. ഇന്ന് എൻ്റെ മോൾ അവസ്ഥ കണ്ട. ഇന്ന് നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ മോളൊരു പ്രചോദനമാവണം. ഈ മോളൊന്ന് എഴുന്നേറ്റ് നടക്കണം. എന്നാൽ മാത്രമേ ഞങ്ങളെ ജീവിതത്തിൽ ഒരു അർത്ഥമുള്ളൂ. എങ്കിൽ പിന്നെ ജീവിച്ചിട്ട് എന്തോ ഒരു കാര്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഉമ്മ എന്നെ വിളിക്കുന്നത്. ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ആശുപത്രി കൊണ്ടുപോകാനുള്ള പൈസ പോലും ഇല്ല എന്ന് പറയുന്നു. അപ്പോ എന്തായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു നിലപാട് എങ്ങനെയാണ്? സർക്കാർ പറഞ്ഞിരിക്കുന്നത് അവര് എൻ്റെ മോളെ ചികിത്സയെല്ലാം അവര് ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനി നമ്മൾ പോയി അതിന് വീണ്ടും ഇത് എഴുതി കൊടുത്താൽ മാത്രമേ, അവർക്ക് പല കാര്യങ്ങളല്ലേ സർക്കാരിന്. ഇപ്പൊ നമ്മളെ കാര്യം മാത്രം ഓർത്തിരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ പൊതുജനങ്ങൾ വിചാരിച്ചിരിക്കുന്ന എന്താണ്, അവര് പറഞ്ഞ പിറ്റേ ദിവസം തൊട്ടേ നമുക്ക് അവര് സഹായം തന്നുകൊണ്ടിരിക്കണം എന്നാണ് ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഈ തെറ്റിദ്ധാരണ മാറണം. എനിക്ക് ഈ കൊച്ചിനെയും ഇവിടെ ഇരുത്തിയിട്ട് എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റൂല. നമ്മൾ 2 പേരുണ്ടെങ്കിലേ ഒക്കെ ഉള്ളൂ. വാപ്പ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് കാല് കാണിക്കാനായിട്ട്. ആ ഒരവസ്ഥയാണ്. ഇതാണ് നമ്മളെ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെ ജോലിക്ക് പോകും? ഈ കുട്ടിയെ 2 പേര് വേണം എടുക്കാനും വിൽക്കാനും. ഇവളൊന്ന് നടന്നു കണ്ടെങ്കിലല്ലേ നമുക്കൊരു സമാധാനമുണ്ട്. ഇനി എത്ര കാലം ട്രീറ്റ്മെന്റ് കഴിഞ്ഞാലാണ് ഈ കുട്ടിയൊന്നും നടക്കുന്നത്?
ഡോക്ടർ എന്നെ പറയുന്നു സമയം പിടിക്കുമെന്നാണ് പറയുന്നത് മോള് നടക്കാനായിട്ട്, കാലതാമസം വരുമെന്ന് തന്നെ പറയുന്നത്. ഇതാണ് എൻ്റെ ഒരു അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ കൊലപാതകയുടെ ക്രൂരതയുടെ ഒരു ഇരയാണ് ആ കുഞ്ഞ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ചികിത്സയൊക്കെ കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഉമ്മയുടെ ആഗ്രഹം പോലെയും നമ്മുടെയൊക്കെ ആഗ്രഹം പോലെയും അവള് ഒന്ന് എണീറ്റ് നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ വാർത്ത ഇവിടെ നിർത്തുന്നത്.